എന്റെ യുവാക്കളെ, മോമിനീങ്ങളെ, മോമിനാത്തുകളെ, നമ്മൾ ഇസ്ലാമിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു. ഇസ്ലാമിന്റെ വാക്ക് പാലിക്കലോ, ഇസ്ലാമിന്റെ സത്യം പറയലോ, ഇസ്ലാമിന്റെ സൗഹൃദമോ സഹകരണമോ, ഇസ്ലാമിന്റെ കൃത്യമായ നിസ്കാരമോ നോമ്പോ സകാത്തോ ഹജ്ജോ, ഇസ്ലാമിന്റെ വേഷവിധാനമോ, ഇസ്ലാമിന്റെ കുടുംബ ബന്ധമോ, ഇസ്ലാമിന്റെ അയൽവക്ക ബന്ധമോ, ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങളൊക്കെയും വലിച്ചെറിഞ്ഞിട്ട് നമ്മളും തോന്നിവാസികളായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോയി. മുസ്ലിമീങ്ങൾ പല സ്ഥലത്തും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അടിസ്ഥാന കാരണം നമ്മൾ ഇസ്ലാമിൽ നിന്ന് അകന്നതാണ് കേട്ടോ. ഒരു കാലം വരുമെന്ന് നബിതങ്ങൾ പറയുന്നു. ഇസ്ലാമിൽ നിന്ന് അതിന്റെ പേരല്ലാതെ അവശേഷിക്കൂല. പേരിന് മുസ്ലിമാണ്. ഖുർആനിൽ അതിന്റെ വരികളൊക്കെ ഉണ്ടാകും, പക്ഷേ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരും ഖുർആൻ ഓതുന്നവരും ഉണ്ടാവില്ല. മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. അവരെ പള്ളിയൊക്കെ ഭയങ്കര ജോറുള്ള പള്ളിയായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മസാജിദുഹും ആമിറത്തുൻ, അവരെ പള്ളി വളരെ ഗംഭീരമാണ്. വഹിയ ആമിറത്തുൻ മിനൽ ഹുദാ. ആ പള്ളിയിൽ ജമാഅത്തിന് ആളില്ല, നേതൃത്വം കൊടുക്കാൻ തഖ്വയുള്ള ആലിമീങ്ങളില്ല, പള്ളിയിൽ നിസ്കാരത്തിന് ആളില്ല, പള്ളിയിൽ അൽഖഫ് ഓതാൻ ആളില്ല, പള്ളിയിൽ ഇത്തികാഫിന് ആളില്ല. പള്ളി കയറിയാൽ തന്നെ ദുനിയാവിന്റെ സംസാരാണ്, അതേപോലെ തന്നെ രാഷ്ട്രീയം പറയലാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പള്ളിയിൽ ഹിദായത്തില്ല. നബിതങ്ങൾ പറയാണ്, വഹിയ ആമിറത്തുൻ മിനൽ ഹുദാ ഉലമാഉം ശർറു മൻ തഹ്തദീ ബിസ്സമാ. അവർക്ക് ചില ആലിമീങ്ങളുണ്ട് കാലത്ത്. അവർ ഈ ആകാശത്തിന്റെ ചോട ഏറ്റവും നാശം പിടിച്ച ആലിമീങ്ങളാണ്. സാധാരണക്കാരെ അതാ കുറ്റത്തിലാക്കുന്ന പരിപാടികൾ, സാധാരണക്കാരെ കൊണ്ട് ഗീബത്ത് പറയിക്കുന്നവർ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയിപ്പിക്കുന്നവർ, സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തുന്നവർ, അങ്ങനെ സാധാരണക്കാരിൽ കൂടി ഫിത്ന ഉണ്ടാക്കുന്ന ആലിമീങ്ങളാകും. ഉലമാഉം ശർറു മൻ തഹ്തദീ ബിസ്സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്നതു വഫീഹിം തഊദ്. അവരിൽ നിന്ന് തന്നെയാണ് ഫിത്ന തുടങ്ങുക. അത്തരം ആലിമീങ്ങളിൽ നിന്ന് ഫിത്ന തുടങ്ങുന്നു. ആ ഫിത്ന അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ നമ്മളെ പള്ളികളെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണമെന്നും നമ്മളെപ്പോഴും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണം അല്ലാഹ്. കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമൽ, ഹിർസ്, ബിദഅത്ത്, ശഹവത്ത്, ഖദബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണം അല്ലാഹ്. നീ ഞങ്ങളെ വീക്ഷിക്കുന്നു എന്ന ബോധത്തോടെ രഹസ്യവും പരസ്യവും നിന്റെ പൊരുത്തത്തിലേക്ക് ജീവിക്കാൻ നീ തൗഫീഖ് തരണം അല്ലാഹ്.